ഇന്നത്തെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ഇന്ന് ആലപ്പുഴയിൽ. വമ്പൻ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് തീപ്പാറും ത്രികോണ മത്സരം അരങ്ങേറുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ LDF വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിട്ടും ഇടതിനൊപ്പം നിന്ന ഏക മണ്ഡലം. LDFിന്റെ ജയമാവർത്തിക്കാൻ വീണ്ടും AM ആരിഫ്. ദേശീയ നേതാവ് KC വേണുഗോപാലിനെ രംഗത്തിറക്കി ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ UDF. മത്സരിക്കുന്നയിടത്തെല്ലാം വോട്ട് കുത്തനെ ഉയർത്തുന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉന്നമിടുന്നത് ആലപ്പുഴയിൽ അട്ടിമറി ജയം. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയും ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ചുരുക്കി പറഞ്ഞാൽ അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെ നീണ്ടുകിടക്കുന്ന തീരദേശ മണ്ഡലം അതാണ് ആലപ്പുഴ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFിനെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലതിനെയും ഇടതിനെയും മാറി മാറി പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് ആലപ്പുഴയ്ക്ക്. എന്നാൽ വിജയ ചരിത്രത്തിന്റെ കാര്യത്തിൽ ഒരു പടി മുന്നിൽ കോൺഗ്രസ് തന്നെയാണ്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം മണ്ഡലത്തിലെ BJPയുടെ വളർച്ചയാണ്. 2009 വെറും 20,000 വോട്ടുകൾ മാത്രം നേടിയ BJP കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,85,000-ലധികം വോട്ടുകളാണ് സ്വന്തമാക്കിയത്. ഒരു മുന്നണിയോടും ഏറെ നാൾ ചായ്വ് കാണിക്കാത്ത ആലപ്പുഴയിൽ 3 മുന്നണികളും അരയും തലയും മുറുക്കി ഇറങ്ങുന്നതോടെ ഇത്തവണ കാറ്റ് ഏത് ദിശയിലേക്കെന്നത് പ്രവചനാതീതം. വിപ്ലവ ചരിത്രങ്ങളുടെ മണ്ണാണ് ആലപ്പുഴ. 1982 ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്ന പഴയ ആലപ്പുഴയിൽ നിന്നും PT പുന്നൂസാണ് ആദ്യം ലോക്സഭയിലെത്തുന്നത്. അന്ന് ഇടത് സ്വതന്ത്രനായാണ് പുന്നൂസ് മത്സരിച്ചത്. 1986 കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആലപ്പുഴയെ അമ്പലപ്പുഴ മണ്ഡലമായി പുനഃക്രമീകരിച്ചു. പിന്നീട് 1977 പുനർനിർണയത്തിലൂടെയാണ് അമ്പലപ്പുഴ ഇന്ന് കാണുന്ന ആലപ്പുഴയായി വീണ്ടും മാറിയത്. ഇതോടെ മണ്ഡലത്തിലെ കാറ്റും മാറി വീശി തുടങ്ങി. അതുവരെ ഇടതിനൊപ്പം കട്ടയ്ക്ക് നിന്ന മണ്ഡലം മെല്ലെ വലത്തോട്ടു ചാഞ്ഞു. 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ VM സുധീരൻ മണ്ഡലം പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ആലപ്പുഴയിലെ ജനങ്ങൾ ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിച്ചു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ UDFിനൊപ്പം നിന്നപ്പോഴും ആലപ്പുഴ മാത്രം LDFിനൊപ്പം പോയി. 2019 ഷാനിമോൾ ഉസ്മാനെ 10,474 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് AM ആരിഫ് MP ആയി. ശബരിമല വിഷയവും അക്രമ രാഷ്ട്രീയവുമൊക്കെ വലിയ ചർച്ചകൾക്ക് ഇടം കൊടുത്ത തിരഞ്ഞെടുപ്പായിരുന്നു 2019 BJPക്ക് വേണ്ടി നേരത്തെ മത്സരിച്ചിരുന്ന സ്വതന്ത്രർക്ക് പകരം താമരചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയപ്പോൾ ആലപ്പുഴയിൽ പോര് മുറുകുന്ന കാഴ്ചയാണ് കണ്ടത്. മികച്ച പോരാട്ടം കാഴ്ചവെച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ BJPക്കായി 1,87,729 വോട്ടുകളാണ് നേടിയത്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ BJP നടത്തി. 2014 40,000 വോട്ടുകൾ മാത്രമാണ് BJPക്ക് ലഭിച്ചത്. എന്നാൽ 2019 1,87,000-ലധികം വോട്ടുകൾ BJP പെട്ടിയിലാക്കി. ഈ വലിയ വോട്ട് വർധന ആലപ്പുഴ മണ്ഡലത്തിൽ പാർട്ടിയുടെ ഗ്രാഫ് ഉയരുന്നതിന്റെ സൂചന തന്നെയാണ് വിളിച്ചു പറയുന്നത്. 2019 AM ആരിഫ് ആലപ്പുഴയിൽ ചെങ്കൊടി പാറിച്ചത് വെറും 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. ഇത്തവണയും മണ്ഡലം AM ആരിഫിനെ പിന്തുണയ്ക്കുമോ? ആലപ്പുഴയുടെ ഈ അടിയൊഴുക്കുകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പൊതുജനങ്ങളെല്ലാം അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ അടിയൊഴുക്കുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ളത് ആവർത്തിക്കും. ആവർത്തിക്കും. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ BJPക്കാരൊക്കെ പറയുന്നത് കേന്ദ്ര
സർക്കാരിൻ്റെ നയങ്ങളൊക്കെ എടുത്തു പൊക്കിയിട്ടാണ് MP നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത്? രാജ്യത്തെ എല്ലാ MP മാരും MLA മാരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത നിധിപ്പണം ഇങ്ങോട്ട് പോയി തരികയല്ലേ. ആരുടെയും വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വികസനം നടത്താൻ പറ്റത്തില്ല. മോദിയുടെ വീട്ടിൽ നിന്നൊന്നും എനിക്ക് തരുന്നില്ല. ഞാൻ ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങളടച്ച് നികുതിയുടെ വിഹിതം അനുസരിച്ച് കേരളത്തിൽ കിട്ടേണ്ട വികസനത്തിൻ്റെ ഒരു പൂളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മൾ പ്രഷർ ചെയ്ത് മേടിച്ചെടുക്കുകയാണ്. ആളുകളുടെ അടുത്ത് നല്ല റെസ്പോൺസ് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ സംസ്ഥാനത്തെ ആകെയുള്ള 20 ലോക്സഭാ സീറ്റിൽ 19ലും LDFനെ വോട്ടർമാർ കൈവിട്ടപ്പോൾ ഇടതിന് ആകെ ഒരു MP കിട്ടിയത് ആലപ്പുഴയിൽ മാത്രമാണ്. ഇപ്പോഴത്തെ സിറ്റിംഗ് MP-യായ AM ആരിഫാണ് LDFിന്റെയും CPM-ന്റെയും മാനം കാത്തത്. 2006-ൽ സാക്ഷാൽ KR ഗൗരിയമ്മയെ 4650 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ആരിഫ് കേരള നിയമസഭയിലെത്തുന്നത്. ആലപ്പുഴ DCC പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് AA ഷുക്കൂറിനെ 2011-ൽ 16,850 വോട്ടിന് തോൽപ്പിച്ച് ഭൂരിപക്ഷം കൂട്ടി. 2016-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CR ജയപ്രകാശിനെ 38,519 വോട്ടിനാണ് ആരിഫ് പരാജയപ്പെടുത്തിയത്. ഇടത് വലത് മുന്നണികൾക്ക് കനത്ത വെല്ലുവിളിയുയർത്തി പ്രചരണത്തിൽ കളം നിറഞ്ഞു നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭ ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന K സുരേന്ദ്രന്റെ പ്രസ്താവന ആലപ്പുഴയിൽ ഓളം തീർക്കുമെന്ന തീർച്ച. എത്ര കാലമായി ഇവർ കേരളം ഭരിക്കുന്നു, മാറി മാറി. അപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് പോകാൻ MLA-മാരാകാൻ അവസരം കിട്ടിയിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാത്തവരുടെ പാർട്ടി വേണമോ? കേന്ദ്രത്തിൽ പോയാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കാൻ മാത്രം സാധിക്കുന്ന പ്രധാനമന്ത്രിയെ ഒന്ന് കണ്ട് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെ രക്ഷിച്ചു തരണം എന്ന് അപേക്ഷിക്കാൻ മനസ്സില്ലാത്തവർ പോകണമോ? അതോ മോദിജി ശോഭ എന്ന് പേരെടുത്ത് വിളിക്കുന്ന 8 വർഷത്തോളമായി അദ്ദേഹത്തോടൊപ്പം വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സൗത്ത് ഇന്ത്യ മുഴുവൻ ഇൻചാർജ് ഒരു ഘട്ടത്തിൽ ശ്രീമാൻ അമിത്ഷാജി എനിക്ക് ഏൽപ്പിച്ചു തന്നതാണ്. അങ്ങനെയുള്ള ആലപ്പുഴക്കാർക്ക് കൂടി സമ്മതയായിട്ടുള്ള ശോഭ പോയാൽ പോരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും കളവില്ലാതെ പതിരില്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകും. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവിടുത്തെ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കണം, അവർ സ്വന്തം കാലിൽ നിൽക്കണം. അല്ലാതെ 18 വയസ്സ് കഴിയുമ്പോഴേക്കും വിവാഹം കഴിച്ചു പോയിട്ട് അവിടെ സ്ത്രീധന മരണങ്ങളും പീഡനങ്ങളും കേരളത്തിൽ വർദ്ധിക്കുമ്പോൾ അതിൽ ഒരു പെൺകുട്ടി പോലും കരയരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഒരു MP ആയി ജയിച്ചാൽ +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 25,000 രൂപയുടെ സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ടാമതായി ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 3 വർഷം എനിക്ക് സമയം തന്നാൽ വീടില്ലാത്തവരായി ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ആരും ഉണ്ടാകില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളും വ്യക്തി അധിഷ്ഠിത പദ്ധതികളും നമ്മുടെ ബന്ധം ഉപയോഗിച്ചുള്ള പദ്ധതിക്രമങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വീട് കൊടുക്കും എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് കയർ മേഖലയെക്കുറിച്ച് അത് സയൻറ്റിഫിക്കായിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ, അത് കശുവണ്ടി മേഖലയെ എങ്ങനെ പുനരുദ്ധരിക്കണം എന്ന് പറയാൻ, ഈ മേഖലകളിലെല്ലാം കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ ക്രോഡീകരിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ജനസഭയായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന MP-യെ നയിക്കുക. മത്സരിക്കുന്നയിടത്തെല്ലാം വോട്ട് വിഹിതം കുത്തനെയുയർത്തുന്ന ചരിത്രമാണ് BJP-യുടെ കരുത്തുറ്റ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രനുള്ളത്. കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ ഞെട്ടിച്ച് 2.5 ലക്ഷത്തിനടുത്ത് വോട്ടാണ് ശോഭ പിടിച്ചത്. 2014-ൽ ആറ്റിങ്ങലിൽ BJP നേടിയതിനേക്കാൾ 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ഉയർത്താൻ ശോഭയ്ക്കായി. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴയിൽ വിജയം ലക്ഷ്യമിട്ട് തന്നെയാണ് ജനകീയ നേതാവായ ശോഭയെ BJP ഇറക്കിയിരിക്കുന്നത്. ലും 2014-ലും ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറിയ KC-യെ കാത്തിരിക്കുന്നത് കനത്ത പോരാട്ടം. കോൺഗ്രസ് ദേശീയ നേതാവെന്ന പ്രതിച്ഛായ KC-ക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിൽ UDF ക്യാമ്പ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണല്ലോ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുന്നത്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒരു പ്രതികരണം? എല്ലാം നിങ്ങൾക്ക് തോന്നുന്നില്ല? വളരെ നല്ല പ്രതികരണം, തീർത്തും ആത്മവിശ്വാസം തരുന്ന പ്രതികരണം. വെരി കോൺഫിഡൻറ്റ്.
കോൺഫിഡന്റ് ആണ് ഇത്തവണ വീണ്ടും വരും? തീർച്ചയായിട്ടും ആലപ്പുഴ കൈവിടില്ല. പിന്നെ കഴിഞ്ഞ MP-യുടെ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് ജനങ്ങളാണ് വിലയിരുത്തുന്നത്. എതിർ സ്ഥാനാർത്ഥിയെ മോശമാക്കുന്ന ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തുണ്ടാകും. അവരുടെ മേന്മക്കുറവ് കാണിച്ചിട്ടല്ല ഞാൻ വോട്ട് നേടുന്നത്. ജനങ്ങൾക്ക് എല്ലാവരെയും പ്രവർത്തനം അറിയാം, അവർ വിലയിരുത്തുന്നുണ്ട്. ജനറൽ സെക്രട്ടറി കൂടിയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒന്ന് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതാണ് പ്രയാസം. അത് എൻ്റെ ആലപ്പുഴക്കാർ മനസ്സിലാക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നാളെ ഞാൻ 3 ദിവസത്തേക്ക് ഇല്ല, ഡൽഹിക്ക് പോവാണ്. അപ്പോൾ അത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കും. കാരണം എനിക്ക് തെലങ്കാനയിൽ പോകണം, അവിടെ ഇലക്ഷൻ മത്സരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് പോയി പരിഹരിക്കണം. ഡൽഹിയിൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, അവിടെ പറയണം. അപ്പോൾ ഇതിനിടയിൽ അതിന് ഞാൻ ആലപ്പുഴക്കാരോട് നന്ദി പറയുകയാണ് കൊണ്ടും അവരത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു വരവോട് ഒരു ത്രികോണ മത്സരം എന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയുക? വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. കണ്ണൂരുകാരനായ KCയെ ഇരുകൈയും നീട്ടി ആലപ്പുഴ സ്വീകരിച്ചത് 1996 അദ്ദേഹത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതലാണ്. 96-ലും 2001-ലും 2006-ലും ആലപ്പുഴ തുടർച്ചയായി KC വേണുഗോപാലിനെ നിയമസഭയിലേക്ക് അയച്ചു. തുടർന്ന് 2009-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആലപ്പുഴ KCയെ കൈവിട്ടില്ല. 2014-ൽ വേണുഗോപാൽ തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു. എന്നാൽ 2019-ലെ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ KC തയ്യാറായിരുന്നില്ല. പകരം ഷാനിമോൾ ഉസ്മാൻ കളത്തിലിറങ്ങി. എന്നാൽ KC വേണുഗോപാൽ ഇല്ലാത്ത കോൺഗ്രസിന് അവിടെ അടിപതറി. ഈ വിടവ് നികത്താൻ തന്നെയാണ് ഇത്തവണ വീണ്ടും KCയെ കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത്. ജീവനുള്ള കാലത്തോളം ഈ വേണുഗോപാൽ ഉണ്ടാകും എന്നുള്ള കാര്യം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിൽ നന്ദി പറയുന്നു. നമസ്കാരം. ജയ്. കിഴക്കിന്റെ വെനീസിന്റെ സ്വപ്നങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ആലപ്പുഴയിലെ വോട്ടർമാർ ഇത്തവണ ആരെ തിരഞ്ഞെടുക്കും? പ്രവചനം തീർത്തും അസാധ്യം. 1 കോടി രൂപയുടെ വികസനമല്ലേ MP-മാർക്ക് പറഞ്ഞിട്ടുള്ളൂ. അത് കൃത്യമായി വിനിയോഗിക്കാൻ ഈ പുള്ളിനെ കൊണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. വെറുതെ എന്തിനാ വോട്ട് ചെയ്യണം? ഒരു വോട്ട് പാഴാക്കേണ്ട കാര്യം ഉണ്ടാകും സുഹൃത്തെ. ഞങ്ങൾക്ക് മാസാന്തോറും 5-6 മാസമായിട്ടും പെൻഷനില്ല. ഞങ്ങളുടെ പെൻഷൻ കിട്ടണം, ഞങ്ങൾക്ക് മാസാന്തോറും പെൻഷൻ കിട്ടണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. തരുന്നില്ല, തരാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ആലപ്പുഴയിലെ പൊതുവായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആലപ്പുഴയിലെ ആലപ്പുഴ ജനങ്ങൾ കുടിവെള്ളം, ഫസ്റ്റ് കുടിവെള്ളം, ഈ പെൻഷൻ പദ്ധതി അതില്ല, കൊടുക്കുന്നേ ഇല്ല. സാധ്യതയുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞ ഒരു കേന്ദ്രമന്ത്രി എന്നാണുള്ള ഒരു വാഗ്ദാനം, എന്താ പറയാനുള്ള അതിനെ കുറിച്ചൊക്കെ? നമുക്ക് സന്തോഷമല്ലേ കേന്ദ്രമന്ത്രി. എങ്ങനെയാ ഈ ഒരു ആലപ്പുഴയിലെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു നേതാവ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ? നേതാവ് ജയിച്ചാൽ നേതാവിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, നാടിന് വികസനം ഉണ്ടാവണം, സദനം ഉണ്ടാവണം, ഇതൊക്കെയല്ലേ. എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ പ്രധാനമായിട്ട് നേരിടുന്നത്? ഇവിടെ ഇതിപ്പോ മേൽപ്പാലത്തിന് വേണ്ടി പൊളിച്ചിട്ടിരിക്കുക, വർഷം 2 കഴിഞ്ഞു, ഇവരൊന്നും ആയിട്ടില്ല. അതൊക്കെ കഴിയാക്കണം. ഈ കിഴക്കൻ്റെ വെനീസായ ആലപ്പുഴയിൽ ഒട്ടനവധി ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുള്ള നാടാണ്. അത് ആ ടൂറിസം പദ്ധതികളെ വികസിപ്പിച്ചെടുക്കുവാനായിട്ട് നാളിതുവരെ വന്ന ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പൊക്കെയല്ലേ, എങ്ങനെ ചൂട് പിടിച്ചു തുടങ്ങിയോ? ഭയങ്കര അപാരം. ഇവിടെ ആലപ്പുഴയിൽ KC വേണു ജയിച്ചിരിക്കും, യാതൊരു സംശയം. തമാശ പറഞ്ഞല്ല. കഴിഞ്ഞ പ്രാവശ്യം KC ഇത്തവണ ഭയങ്കര ഭൂരിപക്ഷത്തിൽ രാജ്യസഭാ അംഗമാണ്, 2 വർഷം കൂടെ ഉണ്ട്. KC ഇവിടെ മത്സരിക്കേണ്ട യാതൊരു കാര്യമില്ല. KC അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. KC ഇന്ത്യ രാജ്യം മൊത്തം നോക്കേണ്ട ആളാണ്. ഈ ആലപ്പുഴ വന്ന് മത്സരിക്കേണ്ട യാതൊരു കാര്യമില്ല. 15 രൂപയുടെ മറ്റേ ഇതുണ്ടല്ലോ കോപ്പി ടിക്കറ്റ്, അതിനും പൈസ ആക്കിയ ആളാണ് ഈ ആരും. എങ്ങനെയാ ഇപ്പോഴത്തെ ചൂടൊക്കെ ആയോ? തെരഞ്ഞെടുപ്പ് കൊണ്ട് നമുക്ക് ടൂറിസത്തിനെ ബാധിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എല്ലായിടത്തും ആൾക്കാരെ വരേണ്ടതാണല്ലോ, അതുകൊണ്ട്
വരവ് കുറവാണ്. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ടൂറിസം മേഖല നേരിട്ടിരുന്നല്ലോ. ഉള്ള സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ മാറ്റം വന്നിട്ടുണ്ടോ? അപ്പൊ അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊന്നും പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും കിട്ടാറില്ല. സ്ഥാനാർത്ഥിയൊക്കെ വന്നു തുടങ്ങി. ശോഭ സുരേന്ദ്രൻ ഞങ്ങളെ അതൊക്കെ തന്നെയാണ് ബൂത്തിട്ടിരിക്കുന്നത്. അവരെപ്പോഴും വരുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞങ്ങളോട്. നമുക്ക് ആരോട് എന്ത് പറയാൻ, എല്ലാവരും ജയിക്കട്ടെ എന്നുള്ള ആഗ്രഹം. പക്ഷെ ആരെങ്കിലും ഒരാളല്ലേ ജയിക്കത്തുള്ളൂ. ആർക്കാ സാധ്യത? അവിടെ സാധ്യത എന്ന് പറഞ്ഞാൽ 3 പേരും ഒരുപോലെ ചൂട് പിടിച്ച് നിൽക്കുക. നമുക്കൊന്നും പറയാൻ വയ്യാത്ത രീതിയിൽ ഇരിക്കുക. എങ്ങനെയുണ്ട് കഴിഞ്ഞ സിറ്റിംഗ് MP ആരിഫിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ വികസനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നോ? പറയത്തക്ക രീതിയിൽ ഇല്ല. അത്യാവശ്യം കാര്യങ്ങളും ഇവിടെ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു വികസനമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക്.